എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം ഈ മൂന്ന് മതങ്ങളും ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ്, അല്ലേ? പക്ഷേ ഈ വിശ്വാസത്തിന്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ദൈവങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന ആ വലിയ ചോദ്യം. ഈ മതങ്ങൾ യഥാർത്ഥത്തിൽ പല ദൈവങ്ങളുണ്ടെന്ന സത്യം മറച്ചുവെക്കുകയാണോ? ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഈ മതങ്ങളുടെയെല്ലാം അടിത്തറ എന്താണ്? സിമ്പിൾ, ഏകദൈവ വിശ്വാസം. അതായത് ഒരൊറ്റ ദൈവം, ആ ഒരൊറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ശരിക്കും പറഞ്ഞാൽ മറ്റു പല പുരാതന വിശ്വാസങ്ങളിൽ നിന്നും ഇവയെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം തന്നെ ഇതാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഖുർആനിലെ ഈ വാക്യം ഒന്നോക്കിയേ. പറയുക, അവൻ അല്ലാഹു ആകുന്നു, ഏകൻ. വളരെ വ്യക്തമാണല്ലേ? ദൈവം ഒന്നേ ഉള്ളൂ എന്ന ആശയം എത്രമാത്രം ശക്തമാണെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. ശരി, അപ്പോൾ ബേസിക്സ് നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാൻ തുടങ്ങിയാൽ ഈ ഉറച്ച ഏകദൈവ വിശ്വാസത്തിൽ ചില വിള്ളലുകൾ കാണാൻ തുടങ്ങും, ചില സൂചനകൾ, ചില ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഭാഷയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ബൈബിളിന്റെ ഒറിജിനൽ ഹീബ്രു ഭാഷയിൽ ദൈവത്തെ പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് എലോഹിം. നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ദൈവമെന്ന് ഒറ്റ വാക്കിൽ പറയും. പക്ഷേ ഹീബ്രുവിൽ എലോഹിം എന്നത് ഒരു പ്ലൂറൽ വാക്കാണ്. അതായത് ശരിക്കും അതിൻ്റെ അർത്ഥം ദൈവങ്ങളെന്നാണ്. അതിലും രസകരമായൊരു കാര്യമുണ്ട്. പണ്ടുകാലത്ത് കാനാനിലെ പ്രധാന ദൈവമായ ഏൽദേവിന്റെ മക്കളെ വിളിക്കാനാണ് ഈ വാക്കുപയോഗിച്ചിരുന്നത്. അപ്പോൾ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒറിജിനൽ ടെക്സ്റ്റിൽ ദൈവങ്ങളെന്നർത്ഥം വരുന്ന എലോഹിം എന്ന് പറയുന്നു. സൃഷ്ടിപ്പിന്റെ സമയത്ത് ദൈവം പറയുന്നത് നമുക്ക് നമ്മുടെ രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാമെന്നാണ്. നമുക്ക്, പലരും പറയും ഇതൊരു റോയൽ വി പ്രയോഗമാണെന്ന്, അതായത് രാജാക്കന്മാർ സംസാരിക്കുന്നത് പോലെ. പക്ഷേ പരിഭാഷകളിൽ ഈ ബഹുവചനമങ്ങ് മാറ്റി ദൈവം എന്ന് ഏകവചനമാക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അർത്ഥം അവിടെ നഷ്ടപ്പെടുന്നുണ്ടോ? ഇതുമാത്രമല്ല കേട്ടോ, വേറെയും സൂചനകളുണ്ട്. ഈ നമ്മൾ പ്രയോഗം ഖുർആനിലും ബൈബിളിലും പലയിടത്തും കാണാം. പിന്നെ ചില പഴയ ചരിത്രരേഖകൾ പറയുന്നത് പഴയ നിയമത്തിലെ ദൈവമായ യഹോവയ്ക്ക് ഒരു പത്നിയുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളിലെ മൈക്കൽ, ഗബ്രിയേൽ, ഈ പേരുകളിലൊക്കെയുള്ള ഏൽ പുരാതന ദൈവങ്ങളുടെ പിതാവായ ആ ദൈവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ബൈബിളിലെ ഈ സൂചനകൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇനി നമുക്ക് നേരെ ഖുർആനിലേക്ക് വരാം. കാരണം സൃഷ്ടിപ്പിന്റെ കഥയിൽ ഈ രഹസ്യത്തിലേക്കുള്ള ഒരുപക്ഷെ ഏറ്റവും വലിയൊരു തെളിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയാണ് ആ നിർണായകമായ മൊമെന്റ് വരുന്നത്. ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും ആദാമിന് പ്രണമിക്കാൻ പറയുന്നു. പക്ഷെ ഒരാൾ മാത്രം അത് ചെയ്യുന്നില്ല, സാത്താൻ, അല്ലെങ്കിൽ ഇബ്ലീസ്. അപ്പോൾ ദൈവം സാത്താനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലാണ് എല്ലാ രഹസ്യവും ഇരിക്കുന്നത്. ദൈവം ചോദിക്കുകയാണ്, നീ എന്താ പ്രണമിക്കാഞ്ഞത്? നിനക്ക് അഹങ്കാരമായിട്ടാണോ? അതോ നീ ഉന്നതരിൽപ്പെട്ടവനാണോ? ഒരു നിമിഷം, ആരാണീ ഉന്നതർ? അവർക്ക് ദൈവത്തിന്റെ കൽപ്പന ബാധകമല്ലേ? അതെ, ആരാണീ ഉന്നതർ? ഈ ഒരു ചോദ്യം നമ്മുടെ ഈ അന്വേഷണത്തിലെ ഒരു വലിയ വഴിത്തിരിവാ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് സാധാരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടില്ല. അത് ഒളിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിലെ തന്നെ വളരെ നിഗൂഢമായ ചില ജ്ഞാനവാദ പാരമ്പര്യങ്ങളിലാണ്. ഉമ്മുൽ കിതാബ് പോലുള്ള പുസ്തകങ്ങളിൽ. എന്താണ് ജ്ഞാനവാദം എന്ന് ചോദിച്ചാൽ, മറഞ്ഞിരിക്കുന്ന ചില ആത്മീയ അറിവുകളിലൂടെ ദൈവത്തിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വഴിയാണത്. ഇവിടെയാണ് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ വരുന്നത്. ഈ ജ്ഞാനവാദ പാരമ്പര്യമനുസരിച്ച് എല്ലാത്തിനും മുകളിൽ നമ്മുടെ ചിന്തകൾക്കതീതനായ ഒരു ഉന്നത രാജാവുണ്ട്. അതാണ് പരമമായ ദൈവം. എന്നാൽ നമ്മൾ അല്ലാഹു എന്ന് വിളിക്കുന്നത് ആ പരമമായ ദൈവത്തെയല്ല, മറിച്ച് ആ ഉന്നത രാജാവ് സൃഷ്ടിച്ച ചില പ്രത്യേക ദൈവിക അസ്തിത്വങ്ങളെയാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ആരാണ് ഈ ദൈവിക വ്യക്തികൾ? ഉമ്മുൽ കിതാബ് പറയുന്നത് അത് പ്രവാചകൻ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ, കസിൻ അലി, പിന്നെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ, ഈ 5 പേരാണ് എന്നാണ്. അഹ്ലുൽ കിസ അഥവാ പുതപ്പിന്റെ ആളുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവരാണ് ആ ഉന്നതർ. ഇവരെ ഒരുമിച്ച് ചേർത്താണ് അല്ലാഹു എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടനുസരിച്ച്. ഇങ്ങനെയൊരു ആശയം എന്തുകൊണ്ടാണ് രഹസ്യമാക്കി വെച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം വളരെ ലളിതമാണ്. സാധാരണ ഒരാൾ ഇത് കേട്ടാൽ ഇത് ബഹുദൈവാരാധനയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഇത് വളരെ അടുത്ത വിശ്വസ്തർക്ക് മാത്രം കൈമാറി വന്ന ഒരു അറിവായിരുന്നു. പക്ഷെ ഈ ആശയം രഹസ്യമായി വയ്ക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. കാരണം ഈ വിശ്വാസമനുസരിച്ച് മനുഷ്യന്റെ ലക്ഷ്യം വെറും ആരാധനയല്ല, ദൈവമായി തീരുക എന്നതാണ്.
ഈ ആശയത്തിന് ശക്തി പകരുന്ന ഒരു വാക്യമുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ദാസനെ, എന്നെ അനുസരിക്കുക, അപ്പോൾ നീ എന്നെപ്പോലെയാകും. ഞാൻ ഒരു കാര്യത്തോട് ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുന്നു. ഞാൻ നിന്നെക്കൊണ്ടും അതുപോലെ ഉണ്ടാകൂ എന്ന് പറയിപ്പിക്കും, അപ്പോൾ അതും ഉണ്ടാകും. ആലോചിച്ച് നോക്കൂ, വെറും ആരാധനയല്ല, ദൈവത്തെപ്പോലെ ആകുക എന്ന ലക്ഷ്യം. അപ്പോൾ ഇതൊരു അവിശ്വസനീയമായ ആത്മീയ യാത്രയാണ്. ഒന്നാമത്തെ പടി സ്രഷ്ടാവിനെ പൂർണ്ണമായി അനുസരിക്കുക. രണ്ടാമത്തെ പടി ആ അനുസരണത്തിലൂടെയും ഭക്തിയിലൂടെയും ദൈവത്തിന്റെ ഗുണങ്ങൾ ആർജിച്ച് ദൈവത്തെ പോലെ ആവുക. മൂന്നാമത്തെയും അവസാനത്തെയും പടി ദൈവത്വം നേടുക. അതായത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാനും അതിന്റെ രാജാവാകാനുമുള്ള കഴിവ് ലഭിക്കുക. ഈ ആശയം എത്രത്തോളം ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം കേട്ടാൽ മതി. ഈ നിഗൂഢ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, 8ാമത്തെ പ്രപഞ്ചത്തിലെ ഒരു ദൈവം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ വന്ന് ഇമാം ഹുസൈന്റെ ശവകുടീരം സന്ദർശിച്ചുവെന്ന്. അതിനർത്ഥമെന്താണ്? ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്, ഓരോ പ്രപഞ്ചത്തിനും അതിൻ്റേതായ ദൈവമുളുമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പഴയ ചോദ്യത്തിലേക്ക് വരുന്നു. ഇതെങ്ങനെ ശരിയാവും? ഒരൊറ്റ ദൈവമുണ്ടെന്നും പറയുന്നു, ഒരുപാട് ദൈവങ്ങളുണ്ടെന്നും പറയുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഈ പുതിയ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ദൈവം നമ്മൾ എന്ന് പറയുന്നത് ആ പരമോന്നതനായ ഉന്നത രാജാവ് താൻ സൃഷ്ടിച്ച ഈ ദൈവങ്ങളിലൂടെ, അതായത് പുതപ്പിന്റെ ആളുകളിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ്. അതുപോലെ ബൈബിളിലെ എലോഹിം എന്ന ബഹുവചനം സൂചിപ്പിക്കുന്നതും ഈ ദൈവിക കൂട്ടായ്മയെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. സാധാരണ വിശ്വാസത്തിൽ ഒരൊറ്റ ദൈവം, ബാക്കിയെല്ലാം സൃഷ്ടികൾ, മറ്റെല്ലാ ദൈവങ്ങളും വ്യാജമാണ്. പക്ഷേ ഈ ജ്ഞാനവാദ കാഴ്ചപ്പാടിൽ എല്ലാത്തിലും മുകളിൽ അറിയാൻ കഴിയാത്ത ഒരു ഉന്നത രാജാവുണ്ട്. അദ്ദേഹത്തിന് താഴെ പല പ്രപഞ്ചങ്ങൾ ഭരിക്കുന്ന സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് ദൈവങ്ങളുണ്ട്. അതായത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ സിസ്റ്റം അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദൈവ വിശ്വാസം തന്നെയാണ്. കാരണം സൃഷ്ടിക്കപ്പെടാത്ത യഥാർത്ഥ എല്ലാത്തിനും മുകളിലുള്ള ഒരേയൊരു ദൈവം മാത്രമേയുള്ളൂ. അത് ആ ഉന്നത രാജാവാണ്.